നിങ്ങൾ കുറച്ച് ദിവസം കല്യാണ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് ദിവസം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ തലേന്ന് രാത്രി ഭയങ്കര ഗാനമേള പാട്ടും വെച്ചിട്ട് എല്ലാവരും ഇരുന്ന് തുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ കേട്ടോ, അങ്ങനെ രാവിലെയാണ് ഏട്ടൻ വന്നത്. അപ്പം ഞങ്ങൾ വണ്ടിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ നിരനിരയായിട്ട് വടകരയൊക്കെ പോവാം കേട്ടോ. വടകരയാണ് പെണ്ണിൻ്റെ വീട്. അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. അപ്പം നമ്മൾ വിചാരിച്ച് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. അങ്ങനെ എല്ലാവരും കയറി അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ളൊരു കല്യാണമായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണ മണ്ഡപത്തിലെത്തി, ഹാളിലെത്തി. അവിടെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിച്ച് ചെറുക്കൻ്റെ ആൾക്കാരാണ്, അല്ല പെണ്ണിൻ്റെ ആൾക്കാരാണ്. പക്ഷേ ഇത് ചെറുക്കൻ്റെ ആൾക്കാരായിരുന്നു കേട്ടോ. അവരങ്ങോട്ടേക്ക് കയറി താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ഏറ്റ് അവരങ്ങ് കയറിപ്പോയി. അതിന് ശേഷമാണ് പെണ്ണിൻ്റെ ആൾക്കാരും വന്നത്. അപ്പം ഞങ്ങളിതവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഫാനൊക്കെ ഉണ്ടായിരുന്നു. വിളക്ക് കത്തിച്ചുകൊണ്ട് ഫാന് കുറച്ച് സമയം ഓഫായപ്പോൾ തന്നെ ആൾക്കാരത് വീശിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി ചൂടാണല്ലോ ഇപ്പോൾ. പ്രത്യേകിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. ഇവിടെ നിന്ന് പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം ഇവിടെ നിന്ന് ഇവരൊക്കെ പോയിട്ട് തലയിട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊരു കല്യാണമായിരുന്നു ഇത്. അങ്ങനെ ഇവിടെ നിന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അവിടെ നിന്ന് തന്നെയായിരുന്നു സദ്യ കേട്ടോ. ഞങ്ങളെ ഫാമിലിയിൽ അവിടെ ഒന്ന് നിരന്നിരിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ ആദ്യം വേദും സൂര്യേട്ടനൊക്കെ മുന്നിലുണ്ടായിരുന്നു. ബാക്കി സുമേശി ബേക്കിലായിരുന്നു. സീറ്റ് കിട്ടിയതിനനുസരിച്ച് ഇരുന്നു. അങ്ങനെ ഋത്തൂട്ടി ഉണ്ടായിരുന്നു, സുമേശി ഉണ്ടായിരുന്നു. അവരൊക്കെ സാരി ഉടുക്കാൻ നിന്നില്ല. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ തുടങ്ങി കേട്ടോ. നല്ലൊരു സദ്യയായിരുന്നു. ഓക്കെ, ബൈ.